2 മന്ത്രിമാര് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ ബി.ജെ.പിക്ക് കേന്ദ്രത്തിൽ കിട്ടിയ അധികാരം കേരളത്തിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള ഒരു ചവിട്ടുപടിയാക്കാനുള്ള ഒരു ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് കേന്ദ്ര നേതൃത്വമാണോ സംസ്ഥാന നേതൃത്വമാണോ അതിന്റെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വമാണല്ലോ ആവശ്യപ്പെടേണ്ടത്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുകയും കേന്ദ്ര നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പറയാൻ പറ്റും ഞങ്ങളുടെ വിഷൻ ഇതാണ്, വികസിത കേരളം എന്ന് പറയുന്നത്. അദ്ദേഹം പറയട്ടെ, കഴിഞ്ഞ 10 വർഷം എന്താണ് വികസിത കേരളത്തിലേക്ക് ബി.ജെ.പി സംഭാവന നൽകിയത്, അടുത്ത 5 വർഷം എന്താണ് ബി.ജെ.പി വികസിത കേരളത്തിന് സംഭാവന നൽകാൻ പോകുന്നത് എന്നുള്ളൊരു കറക്റ്റ് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കട്ടെ. എന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത ബി.ജെ.പിക്ക് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. അടുത്ത 4 വർഷം കൊണ്ട് ബി.ജെ.പി കേരളത്തിലേക്ക് നടപ്പിലാക്കാൻ പോകുന്നത് ഇന്ന പദ്ധതികളാണ് എന്ന് അദ്ദേഹം പറയട്ടെ. കഴിഞ്ഞ 10 വർഷമൊന്നും നടപ്പിലാക്കിയില്ല, അടുത്ത 5 വർഷമൊന്നും നടപ്പിലാക്കില്ല എന്നുള്ളതാണ് ആ മൂടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള സീറ്റുകളും കൂടെ ഇല്ലാതാവും എന്നുള്ളതൊക്കെ കഴിഞ്ഞിട്ട് കൂടുതലില്ല. മാത്രമല്ല ബി.ജെ.പിയോട് അടുത്ത് വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുന്നത് തെറ്റായിട്ടുള്ള സന്ദേശമായിരിക്കും വോട്ടർമാർക്ക് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.